കോഴിക്കോട് വടകരയിൽ ലഹരിക്കേസിൽ പിടിയിലായ അധ്യാപികമാരുടെ അക്കൗണ്ട് വിവരങ്ങളും യാത്രാ വിശദാംശങ്ങളും തേടി പോലീസ്. അന്വേഷണം ബംഗളൂരുവിലേക്ക് വ്യാപിപ്പിക്കും. അധ്യാപികമാർ നേരിട്ടാണോ MDMA വിൽപ്പന നടത്തിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ 3 താൽക്കാലിക അധ്യാപികമാരാണ് കേസിൽ പിടിയിലായത്. വിവിധ സ്ഥലങ്ങളിൽ ഇവർ ഒന്നിച്ച് യാത്രകൾ പോയതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കുറ്റകൃത്യം ആദ്യഘട്ടത്തിൽ ഇരുവരും നിഷേധിച്ചെങ്കിലും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതോടെയാണ് ലഹരി വിൽപ്പനയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. അതേസമയം പിടിയിലായ മൂവരുടെയും അക്കൗണ്ടിലെത്തിയിരിക്കുന്നത് ലക്ഷങ്ങളാണ്. കീർത്തനയുടെ അക്കൗണ്ടിൽ 1 വർഷത്തിനിടെ 14 ലക്ഷം രൂപയാണ് എത്തിയത്. കാവ്യയുടെ അക്കൗണ്ടിൽ 5 മാസം കൊണ്ട് 9 ലക്ഷം രൂപയും എത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ലഹരി വിൽപ്പന നടത്തിയതിന്റെ പണമാണ് ഇരുവരുടെയും അക്കൗണ്ടുകളിൽ എത്തിയത്. യുവതികൾക്ക് അന്തർസംസ്ഥാന മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കൂരാച്ചുണ്ട് ചെറുകാട് സ്വദേശിനി കൊല്ലനാരി കാവ്യ, മരുതോങ്കര സ്വദേശിനി കാഞ്ഞിരക്കുന്നുമേൽ KC കീർത്തന എന്നിവരുടെ സുഹൃത്താണ് കഴിഞ്ഞ ദിവസം പിടിയിലായ നീഷ്മ. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. കേസിൽ വിദ്യാഭ്യാസ വകുപ്പ് ആഭ്യന്തര അന്വേഷണത്തിന് നടപടി തുടങ്ങി. അധ്യാപകരുടെ അറസ്റ്റ് സംബന്ധിച്ച വിവരം സമഗ്ര ശിക്ഷാ അഭിയാനിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പ് തേടിയിട്ടുണ്ട്. കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഇവർക്കെതിരെ ഇതിനു മുമ്പ് ഉയർന്നു വന്ന പരാതികളിൽ നടപടി ഉണ്ടാവാത്തതിന്റെ കാരണവും ജില്ലാ ഓഫീസ് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ജില്ലയിലെ 15 BRCക്ക് കീഴിലുള്ള താൽക്കാലിക അധ്യാപകരെ കുറിച്ചും വിശദമായ പരിശോധന നടത്തും. കേസുകളിൽപ്പെട്ടവരെ പുറത്താക്കും. പേരാമ്പ്ര BRCയുടെ കോർഡിനേറ്ററെ സർക്കാർ മാറ്റി. ചുമതലകളിൽ നിന്നും ഒഴിവാക്കാനുള്ള കോർഡിനേറ്റർ നേരത്തെ നൽകിയ അപേക്ഷാ കേസുകളുടെ പശ്ചാത്തലത്തിലാണ് വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുകയായിരുന്നു. ജനം, കോഴിക്കോട്.